ജേർണലിംഗ് ചെയ്യാനായിട്ട് ഞാൻ പണ്ട് സാധാരണ ബുക്സൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ഗ്രിഡ് ലൈനുള്ള ബുക്കും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ജേർണൽ കിറ്റ് ഞാൻ വാങ്ങിക്കുന്നത്. പിങ്ക് കളറാണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ പിങ്ക് കളർ തീമിലുള്ള കിറ്റാണ് വാങ്ങിയത്. അതിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബുക്കാണ്. ഇതും ഗ്രിഡ് ലൈനിൽ വരുന്ന ബുക്കാണ്. നല്ല കട്ടിയുള്ള പേജസാണ് ഇതിന് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കാണ് നമുക്ക് ഫസ്റ്റ് കാണിക്കാനുള്ളത്. രണ്ടാമത്തെ വരുന്നത് 2 എൻവലപ്പാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള എൻവലപ്പ്. ഇതിൽ നമുക്ക് കത്തുകളൊക്കെ എഴുതിയിട്ട് നമുക്ക് ജേർണലിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും അയക്കാം. പിന്നെ വരുന്നത് ഈ ഒരു മെമ്മോ കാർഡാണ് കേട്ടോ. ടു ഡു ലിസ്റ്റ് എഴുതാൻ, ചെക്ക് ലിസ്റ്റ് എഴുതാൻ, അങ്ങനെ നമുക്ക് പല ജേർണൽ ഉപയോഗത്തിനുള്ള കുറേ അധികം സപ്ലൈസ് ആണുള്ളത്, മെമ്മോ കാർഡ്സ് ആണുള്ളത്. ഇതാണ് എനിക്ക് ഈ ഒരു ജേർണൽ കിറ്റിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. ഇത് കുറേ സ്റ്റിക്കേഴ്സ് ആണ്. ഇതിൽ ആക്ച്വലി വരുന്നത് കുറച്ച് ഡേറ്റ്സ് ആണ്. അതായത് ഓരോ മാസത്തെയും ഡേറ്റ് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ചിലതിലൊക്കെ ചില കോഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ജേർണൽ ചെയ്യുമ്പോൾ ഡേറ്റ് എഴുതി കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഡേറ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലത്തെ. പിന്നെ വരുന്നത് ഇതേപോലത്തെ കുറച്ച് കാർഡ്സ് ആണ്. ഇത് പല ഷേപ്പിൽ, പല സൈസിലുള്ള, പല തീമിലുള്ള കാർഡ്സാണ്. ഈ ഒരു ജേർണൽ കിറ്റ് എനിക്ക് തോന്നുന്നു ഫുഡ് ജേർണൽ തീമിലാണ് ഈ ഒരു കിറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇതൊരു സ്റ്റിക്കേഴ്സാണ്. നമ്മൾ പിൻട്രസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ ജാപ്പനീസുകാരുടെ ജേർണലിങ്ങിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ഷീറ്റാണുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സാണ്. പല ഷേപ്പിലും പല സൈസിലും ഒക്കെയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു 3-4 ഷീറ്റ് ഉണ്ട് കേട്ടോ ഇതേപോലത്തെ. പിന്നെ 2 വാഷി ടേപ്സാണുള്ളത്. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ്, പിന്നെ കുറേ നമുക്ക് കാർഡ്സ് ഒക്കെ പല ഷേപ്പിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. ഞാനത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 399 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് അടുത്ത ദിവസം ഒരു ജേർണൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.